പ്രത്യേകിച്ച് പനിയല്ല, ഡെങ്കിയുള്ള വീട്ടിൽ കൊണ്ടുപോയിട്ടുണ്ട്. അവിടേക്കൊന്നും മാറി കയറി വരാറൊന്നുമില്ല. പക്ഷെ ഇവരൊരു ബുദ്ധിമുട്ടും കൂടാതെ എൻ്റെ കൂടെ ഒരു ഉണ്ടായിരുന്ന ഡോക്ടർ ഫാദറിനെ ഓരോ വീട്ടിലും കൊണ്ടുപോയി കാണിച്ചു. ഞാൻ എല്ലാവർക്കും നന്ദി പറയുന്നു. അവരെ ഇത്രയും എഫേർട്ട് ഇട്ടതുകൊണ്ടായിരിക്കും മുസ്ലിമിന്റെ ഡോക്ടർ എത്രയും പെട്ടെന്ന് എല്ലാം ശരിയാക്കിയിട്ട് ഇങ്ങനെ ഒരു ക്യാമ്പ് നിങ്ങളുടെ ഒക്കെ ഇതിൽ നടത്താൻ പറ്റുന്നത്. അപ്പൊ അന്ന് അവിടെ പോയി കേസ് എടുത്തപ്പോൾ നമ്മൾ എങ്ങനെ പ്രതിരോധം കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ, ഒരു ഭാഗത്ത് കുറെ പടർന്നു പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ മിനിമം 10 കേസുകളും എടുത്തിട്ട് അതിൽ നിന്നുള്ള ലക്ഷണങ്ങളിൽ നിന്ന് കണ്ടുപിടിച്ചിട്ട് ഏത് മരുന്നാണ് കൂടുതൽ നമുക്ക് അതിന് ചേരുന്നത് അതാണ് നമ്മൾ പ്രതിരോധ മരുന്നായിട്ട് കൊടുക്കുന്നത്. ബാക്കി ഡെങ്കിയും അതിന്റെ ലക്ഷണങ്ങളൊക്കെ എല്ലാവർക്കും അറിയാൻ തോന്നുന്നു. ആദ്യത്തെ 3 ദിവസം ശക്തിയായ പനി, വേദനയോട് കൂടിയുള്ള പനിയാണ് എല്ലാവർക്കും തുടങ്ങുക. പിന്നെ തലവേദനയോ കഴുത്തിന്റെ പിന്നിലെ വേദനയോ സന്ധികളിൽ അസാധ്യ വേദന, വയറുവേദനയോ ഛർദിയോ ഓർക്കണം അല്ലെങ്കിൽ വയറിളക്കം, ഇങ്ങനെ പല രീതികളിലായിരിക്കും വരിക. അതൊരു സാധാ വൈറൽ ഫീവർ പോലെ നമുക്ക് തോന്നുള്ളൂ. പക്ഷെ പോകെ അതിന്റെ പ്ലേറ്റ്ലെറ്റിലേക്ക് ബാധിച്ച് അതിന്റെ എണ്ണം നമ്മൾ കുറഞ്ഞു തുടങ്ങുന്നതോറും നമുക്ക് ഭയങ്കര ക്ഷീണമാണ് വരിക. കട്ടിലിൽ നിന്ന് എണീക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ക്ഷീണമാണ് പലരും പറയുക. അതൊരു 3-4 ദിവസം കൊണ്ട് ചെറിയ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറവാണെങ്കിൽ നമുക്ക് ചെറിയ മരുന്നിന്റെ പനികളിലൊക്കെ അതങ്ങനെ മരുന്ന് എടുക്കുമ്പം അത് കുറയും. പക്ഷെ അത് പോകെ ഒരു 5 ദിവസം മുന്നേക്ക് പോവുകയാണെങ്കിൽ പ്ലേറ്റ്ലെറ്റിന്റെ കൗണ്ട് 80,000 അല്ലെങ്കിൽ 60,000 താഴേക്ക് വരുമ്പോഴത്തേക്കും നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ ശക്തി തീരെ കുറയും. ഓരോരോ ലക്ഷണങ്ങൾ കടുക്കുകയും ചെയ്യും. ആദ്യം ബ്ലഡ് വെസൽ നിന്ന് രക്തം പുറത്തേക്ക് വന്ന് അവിടെ ഇവിടെയൊക്കെ കുത്തുകളും പാടുകളും ആയിട്ടൊക്കെ വരും. പിന്നെ വന്നിട്ട് തലവേദന ശക്തിയായിട്ട് വരും. ചിലർക്ക് ഓർമ്മക്കുറവ് വരും, ഭയങ്കര ക്ഷീണം, ശ്വാസമുണ്ട്. പിന്നെ അത് പോകെ കിഡ്നിയിലോ കരളിനെയോ തലച്ചോറിനെയോ ഒക്കെ ബാധിക്കാൻ തുടങ്ങും. അപ്പോഴാണ് സാറ് പറഞ്ഞതുപോലെ ഓരോരുത്തർക്കും മരണവും അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടും സംഭവിക്കുക. അപ്പൊ എല്ലാവരും ചെറിയ പനി വരുമ്പോഴേ വീട്ടിൽ തന്നെ ഇരിക്കാതെ അത്യാവശ്യം നല്ല ഡോക്ടറെ കണ്ടിട്ട് അല്ലെങ്കിൽ ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ പോയിട്ട് മരുന്നെടുക്കാൻ നോക്കുക. ഒരു 3 ദിവസത്തിൽ കൂടുതൽ പനി ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിർബന്ധമായും രക്തപരിശോധന എല്ലാവരും നടത്തേണ്ടതാണെന്ന് അറിയിക്കുന്നു കേട്ടോ. ഇപ്പൊ ഹോസ്പിറ്റലും ഉണ്ട്. ഞാനിരിക്കുന്ന കൊച്ചിൻ കോർപ്പറേഷൻ പുല്ലേപ്പടിയിലാണ്, മണപ്പാട്ടിപ്പറമ്പിലാണ്. അവിടെയും ലാബും സൗകര്യങ്ങളും എല്ലാം ഉണ്ട്. എവിടെ വേണമെങ്കിലും ഗവൺമെന്റ് സ്ഥാപനങ്ങളിലോ അല്ലാതെ എവിടെ വേണമെങ്കിലും ബ്ലഡ് നോക്കാവുന്നതാണ്. ഇപ്പൊ ഞങ്ങളിപ്പോ ഹോമിയോപ്പതി ഹോസ്പിറ്റലിന്റെ ഭാഗമായിട്ട് പുല്ലേപ്പടി ആശുപത്രിയുടെ ഭാഗമായിട്ടാണ് ജനറൽ ക്യാമ്പും ഉണ്ട്. ഒപ്പം പ്രതിരോധ മരുന്ന് തരുന്നുണ്ട്. പ്രതിരോധ മരുന്ന് എന്ന് പറയുന്നത് പൾസാറ്റിലെ 30 എന്നാണ് നമ്മുടെ ഹോമിയോ മരുന്നിന്റെ പേര്. അത് കഴിക്കേണ്ട 5 ദിവസം മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ബോള് പോലെ മണികളായിട്ടാണ് 4 ഗുളിക രാവിലെ 4 ഗുളിക വൈകിട്ടായിട്ട് 5 ദിവസത്തേക്കാണ് കഴിക്കേണ്ടത്. 10 വയസ്സിന് താഴെയുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ 2 ഗുളിക രാവിലെയും 2 ഗുളിക വൈകിട്ടുമാണ് കഴിക്കേണ്ടത്. അങ്ങനെയാണ്. എല്ലാവർക്കും സംശയം ഉണ്ടാവും, ബാക്കി മരുന്നുകൾ കഴിക്കുന്നവർക്ക് പ്രതിരോധ മരുന്ന് കഴിക്കാമോ എന്ന്. എന്ത് മരുന്ന് കഴിക്കുന്നവർക്കും എടുക്കാം കേട്ടോ. പിന്നെയും ചിലർ പറയും ഞങ്ങൾ പ്രതിരോധ മരുന്ന് കഴിച്ചിട്ടുണ്ട് എന്നിട്ടും ഞങ്ങൾക്ക് എന്തേ വന്നു എന്നുള്ളത്. ഒന്നുകിൽ അവരുടെ മേത്ത് അണുക്കൾ ഓൾറെഡി നേരത്തെ കയറിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അവരുടെ പ്രതിരോധ ശക്തി കുറഞ്ഞതും ഉണ്ടാവാം. അല്ല കഴിക്കുന്നവർക്കും വരാറുണ്ട്. വരികയാണെങ്കിൽ തന്നെ ഒത്തിരി ശക്തിയായിട്ട് വരത്തില്ല, ഒരു ചെറിയ രീതിയിൽ പനി അങ്ങനെയും വന്ന് കാണുന്നുണ്ട്. അതുകൊണ്ട് പ്രതിരോധ മരുന്ന് കഴിച്ചു എന്ന് പറഞ്ഞിട്ട് 100% ആൾക്കാർക്കും വരില്ല എന്ന് നമുക്ക് ഉറപ്പ് പറയണില്ല. എങ്കിലും ഒരു 90-95% പേർക്കും വരില്ല. ബാക്കിയുള്ളവർക്കാണ് വരുന്നത് കേട്ടോ. ഇവിടെ ഇപ്പം ഞങ്ങൾ ജനറൽ ക്യാമ്പ് നടത്തുന്നുണ്ട്. ബാക്കി പ്രതിരോധ മരുന്ന് വിതരണമുണ്ട്. എല്ലാവർക്കും ഇതിലേക്ക് സ്വാഗതം. ഞങ്ങളെ വിളിച്ച എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു.